അതേസമയം ഈ അവധി വിവാദത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ളൊരു നിലപാട് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് എടുത്തിരിക്കുന്നു. എന്നാൽ CPM നേതാക്കളുടെ മലപ്പുറം വിരുദ്ധ പരാമർശം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് ഷൗക്കത്ത് പറയുന്നത്. പെൻഷൻ വിഷയം CPM പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടല്ല എന്നും ഷൗക്കത്ത് കുറ്റപ്പെടുത്തി. കേരള പെൻഷൻ ഉപഭോക്താക്കളുടെ കൂട്ടായ്മ വിളിച്ച് ഇടതുമുന്നണി. പെൻഷൻ കൈക്കൂലിയല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിക്കുന്ന കൂട്ടായ്മ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ വിവാദ പരാമർശത്തിനെതിരെയാണ് കൂട്ടായ്മ. VV അരുൺ ചേരുന്നു. അരുൺ, നിലമ്പൂരിലെ പ്രതിരോധത്തിന് ഉപഭോക്താക്കളുടെ മറുപടി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കൊണ്ട് മറുപടി കൊടുക്കാം എന്നാണോ LDF ഉദ്ദേശിക്കുന്നത്? അപർണ, KC വേണുഗോപാൽ പെൻഷൻ ഉപഭോക്താക്കളെ ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെ അപമാനിച്ചു, പെൻഷനെ കൈക്കൂലിയാക്കി ചിത്രീകരിച്ചു എന്ന ആരോപണമാണ് വിവാദം വന്ന മുതൽ, പ്രസ്താവന വന്നത് മുതൽ CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധത്തിനും പ്രചരണത്തിനും CPM തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാർ ആളുകളെ കോൺഗ്രസ് നേതാവ് അപമാനിച്ചു എന്ന തരത്തിലുള്ള വിമർശനമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് പരമാവധി ആളുകളെ അണിനിർത്തിക്കൊണ്ടൊരു പ്രതിഷേധ പരിപാടിക്കാണ് ഇപ്പോൾ CPM KSKTUവിൻ്റെ കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ഒരു പ്രതിഷേധ സംഗമം ചന്തക്കുന്നിൽ CPM നടത്താൻ പോകുന്നത്. KSKTU നേതാവ് കൂടിയായ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ അത് ഉദ്ഘാടനം ചെയ്യും. പെൻഷൻ അവകാശമാണ്, അല്ലാതെ ആരുടെയും കൈക്കൂലിയോ ഔദാര്യമോ ഒന്നുമല്ല എന്ന മുദ്രാവാക്യമാണ് CPM ഇതിൽ ഉയർത്തുന്നത്. ഏതായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പിലുടനീളം പ്രചരണ രംഗത്തേക്ക് സജീവമായി കൊണ്ടുവരാനാണ് CPMൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകളും പ്രചരണ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. മറ്റു വിഷയങ്ങളൊക്കെ ദേശീയവാദ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ ഇടതുമുന്നണിയെ ആക്രമിക്കുമ്പോൾ പെൻഷൻകാരെ അവഹേളിച്ചു. പെൻഷൻ വാങ്ങുന്നത് ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ്, അത് അവരുടെ അർഹതയും അവരുടെ അവകാശവുമാണ്. അങ്ങനെയുള്ള ആളുകളെ KC വേണുഗോപാൽ അവഹേളിച്ചു എന്നാണ് CPM പറഞ്ഞത്. KC വേണുഗോപാൽ പിന്നീട് പരാമർശം തിരുത്തുകയും തന്റെ പരാമർശം വളച്ചൊടിക്കുകയായിരുന്നു. പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ കൊടുക്കാൻ അവസരമാക്കി മാറ്റുന്നതെന്നാണ് താൻ പറഞ്ഞതെന്ന വിശദീകരണമായി രംഗത്ത് വന്നത്. പക്ഷേ അപ്പോഴും CPM പ്രചരണ രംഗത്ത് ഏറ്റവും ശക്തമായ ഒരു ആയുധം, കോൺഗ്രസിനെതിരെ പ്രയോഗിക്കാവുന്ന, UDFനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമായാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിവാദ പരാമർശത്തെ കാണുന്നത്. VV അരുൺ വിവരങ്ങൾ നൽകിയത്. പെൻഷൻ വിവാദത്തിനെതിരെ പെൻഷൻ ഉപഭോക്താക്കളുടെ കൂട്ടായ്മ വിളിച്ചു ചേർക്കാനുള്ള നീക്കത്തിലേക്ക് ഇടതുമുന്നണി കടക്കുന്നു.